വിശുദ്ധ യൗസേ പിതാവിനോടുള്ള സമർപ്പണം 7-ാം ദിവസം. 4-ാം വ്യാകുലം. ശിമെയോൻ്റെ പ്രവചനം. ദൈവവചനം. ശിമെയോൻ അവരെ അനുഗ്രഹിച്ചുകൊണ്ട് അവൻ്റെ അമ്മയായ മറിയത്തോട് പറഞ്ഞു, ഇവൻ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളവുമായിരിക്കും. അങ്ങനെ അനേകരുടെ ഹൃദയവിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. ധ്യാനം. ഉണ്ണീശോ പിറന്ന് 40-ാം ദിവസം കുഞ്ഞിനെ ദേവാലയത്തിൽ സമർപ്പിക്കുന്ന കാര്യം അവർ ഓർത്തു. യഥാർത്ഥ ദേവാലയമായ ദൈവസുതൻ മനുഷ്യനിർമ്മിതമായ ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന സമയം, അവതാരം ചെയ്ത രക്ഷകന്റെ ഈ ഭൂമിയിലെ കന്നിയാത്രയാണിത്. മറിയവും ജോസഫും ക്രമീകരണങ്ങളെല്ലാം ചെയ്തു. പ്രപഞ്ചത്തിൻ്റെ നാഥനെ മാറിൽ ചേർത്ത് പിടിച്ച് പ്രകൃതിയുടെ മടിത്തട്ടിലൂടെ നടന്നു നീങ്ങുമ്പോൾ അവരുടെ ഹൃദയത്തിൽ ഉണ്ടായ ആനന്ദം ആർക്ക് വർണ്ണിക്കാനാകും? ഓ ദൈവമേ, ഞങ്ങൾ എത്ര ഭാഗ്യപ്പെട്ടവർ എന്ന് മറിയവും ജോസഫും ഹൃദയത്തിൽ പറയുന്നുണ്ടായിരുന്നു. നാം രക്ഷകനെ അറിയുക മാത്രമല്ല, അവൻ്റേതായി തീരുകയും ചെയ്തു. മഹത്തായ കാരുണ്യത്തിനും അളവറ്റ ഔദാര്യത്തിനും നന്ദി പറയാൻ വാക്കുകളില്ലല്ലോ. ദാവീദ് പാടിയത് അവർ ഓർത്തു. കർത്താവ് എൻ്റെ മേൽ ചൊരിഞ്ഞ അനുഗ്രഹങ്ങൾക്ക് പകരം ഞാൻ അവിടുത്തേക്ക് എന്തു കൊടുക്കും? രക്ഷയുടെ പാനപാത്രമുയർത്തി ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കും. ദേവാലയത്തിലെത്തിയ അവർ കാഴ്ചവെക്കുന്നതിൻ്റെ നടപടികളിലേക്ക് തിരിഞ്ഞു. തിരുക്കുടുംബത്തിൻ്റെ വരവും കാത്ത് കാലങ്ങളായി അവിടെ വസിച്ചിരുന്ന പുരോഹിതനായ ശിമെയോൻ കുഞ്ഞിനെ ഏറ്റുവാങ്ങി കർത്താവിൻ്റെ അഭിഷിക്തനെ കാണും വരെ താൻ മരിക്കുകയില്ല എന്ന് വിശ്വസിച്ചിരുന്ന ദൈവമനുഷ്യനായിരുന്നു ശിമെയോൻ. അവർ സകലർക്കുമായുള്ള രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു എന്ന മഹത്വവചനം പറഞ്ഞുകൊണ്ടാണ് ദൈവത്തിനായി ദൈവസുതനെ ഉയർത്തിയത്. മിശിഹായെ കണ്ടപ്പോൾ ജീവിത സാഫല്യമണിഞ്ഞ ശിമെയോൻ മറിയത്തെ നോക്കി പറഞ്ഞു, ഈ ശിശു പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. ഒരു കണ്ണാടിയിൽ എന്ന വണ്ണം വരും നാളുകളിലെ കഠോര ദുഃഖത്തിൻ്റെ വാൾ അവൾക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ പ്രവചനം മറിയത്തെക്കുറിച്ചായിരുന്നെങ്കിലും ജോസഫിൻ്റെ ഹൃദയമാണപ്പോൾ വല്ലാതെ തകർന്നു പോയത്. ജോസഫിനെ മുറിപ്പെടുത്താതെ ആ വാൾ മറിയത്തെ മുറിപ്പെടുത്തില്ല എന്നറിയുക. സ്നേഹിക്കുന്നവർ സഹിക്കുന്നതും ഒരുമിച്ച് നിന്നാണ്. തൻ്റെ ജീവിത പങ്കാളിയുടെ വരും കാലത്തെ കഠിന വേദനകളിൽ പങ്കുചേരാൻ താൻ ഉണ്ടാകില്ല എന്നത് ജോസഫിൽ ഏൽപ്പിച്ച മുറിവ് കുറച്ചൊന്നുമല്ല. മറിയത്തെ ചേർത്ത് പിടിച്ചു. തിരുക്കുടുംബം കടന്നു പോകുന്ന വേദന മാനവരാശിയിലെ തകർക്കപ്പെട്ട ഏറെ കുടുംബങ്ങൾക്ക് പ്രത്യാശയും സ്നേഹവും പകരുമല്ലോ എന്നവർ കരുതി. ദൈവപൈതലിനെ കാണാൻ കാലങ്ങളായി തപസ്സും പ്രാർത്ഥനയുമായി കഴിഞ്ഞിരുന്ന ഒരു പ്രവാചിക ഉണ്ടായിരുന്നു. അവിടെ അന്ന മറിയത്തിൻ്റെ ഗുരുനാഥ കൂടിയായിരുന്നു അവൾ. ജോസഫും മറിയവും അവരുടെ അനുഗ്രഹം തേടി. ഓ വന്ധ്യനായ യൗസേപ്പേ, ആത്മീയ ജീവിതത്തിൻ്റെ ആനന്ദങ്ങളിൽ പങ്കുചേരാൻ ഞങ്ങൾക്കിഷ്ടമാണ്. എന്നാൽ വേദനയിൽ നിന്നു കുതറിമാറാനാണ് പലപ്പോഴും ശ്രമിക്കുന്നത്. വേദനയാണ് സന്തോഷത്തിൻ്റെ മാതാവെന്ന് ഞങ്ങൾ മറന്നുപോകുന്നു. മറിയം ഹൃദയത്തിൽ അന്ന് ഏറ്റുവാങ്ങിയ വാൾ നിന്നെ എത്ര കണ്ട് വേദനിപ്പിച്ചിട്ടുണ്ടാകും. പ്രിയപ്പെട്ടവരിലുണ്ടാകുന്ന ഒരു ചെറിയ ആഘാതം പോലും നോക്കി നിൽക്കാൻ ഞങ്ങൾക്കാവുന്നില്ല. കാരണം ഞങ്ങൾ സ്നേഹിക്കുന്നവർക്ക് വേദനയൊന്നും ഉണ്ടാകരുത് എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നീ മേരിയെ സ്നേഹിച്ച പോലെ ഒരു ഭർത്താവും ഭാര്യയും സ്നേഹിച്ചിട്ടുണ്ടാകില്ല. സ്നേഹമേൽപ്പിച്ച മുറിവ് നീ സന്തോഷത്തോടെ സ്വീകരിച്ചുവല്ലോ. മാത്രവുമല്ല, ഈ മുറിവെല്ലാം മാനവരാശിയുടെ വീണ്ടെടുപ്പിന് സഹായിക്കും എന്നറിഞ്ഞപ്പോൾ നീ സന്തോഷിക്കുകയും ചെയ്തല്ലോ. പ്രാർത്ഥന. ജീവിതയാത്രയിൽ ഞങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്ന സഹനങ്ങളെ പരാതിയില്ലാതെ ഏറ്റെടുക്കാൻ പരിശുദ്ധനായ യൗസേപ്പേ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ.